സന്തോഷമുള്ള ദൈവമക്കൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാണ് ദൈവത്തെ. സന്തോഷത്തോടെ സന്തോഷത്തോടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ ഇളമ്പള്ളിക്കൽ ദേശത്ത് കടന്നു വന്ന് കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ ഏഴയാകുന്ന അടിയന്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായി ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ വലിയ ആമേൻ നാമം മഹത്വം എടുക്കട്ടെ. ആമേൻ ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇവിടെ ക്രമീകരിപ്പാൻ വലിയവനായ ദൈവം ആമേൻ സ്തോത്രം ആമേൻ ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം അതിന് നേതൃത്വം കൊടുക്കുവാൻ പ്രിയ ബെൻസൺ പാസ്റ്ററെ ആമേൻ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോട് ചേർന്ന് ആമേൻ ദൈവത്തിന്റെ വേലയില് ആമേൻ ഹാലിൽ പങ്കുചേരുവാൻ ആമേൻ കർത്താവിന്റെ അഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ്യ. വളരെ സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഹാലലുയ്യ. ആമേൻ സ്തോത്രം. ആമേൻ ഹാലലുയ്യ. എനിക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ആമേൻ ദൈവത്തിന്റെ വചനം ആമേൻ സംസാരിപ്പാനുണ്ട്. സ്തോത്ര ഹാലലുയ്യ. ആമേൻ ഇന്നത്തെ ഹാലലുയ്യ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആമേൻ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോസഫ് എന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഹാലലുയ്യ സ്തോത്രം. ഹാലലുയ്യ ആമേൻ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഈ സന്ധ്യയില് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ കണ്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹാലിൽ പ്രിയ സഹോദരങ്ങളെ ദൈവം എടുത്തുപയോഗിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ഹാലലൂയ. നാം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. സ്തോത്ര. കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ. ഹാലലൂയ. ദൈവസന്നി കടന്നു വന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസനിലായിരിക്കണം. ഈ ദേശത്തെ ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ആലലിയ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ബെൻസൺ പാസ്റ്ററുമായി ആലലിയ ഞങ്ങൾക്ക് ആത്മീയ ബന്ധം പുലർത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്ര. ഹാലലുയ. അതിന് ശേഷം ഹാലലുയ ഞാൻ കുവൈറ്റിന്റെ ദേശത്തെ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. സ്തോത്ര. ഹാലലുയ. എന്നോട് വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, പ്രാർത്ഥനാദിനയുടെ ഒരു പ്രവർത്തനമുണ്ട് കുവൈറ്റ് ചാപ്റ്ററിന്റെ വൈസ് ചെയർമാനായിട്ട് സ്തോത്രം സേവനം അനുഷ്ഠിപ്പിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു പാസ്റ്ററെ ഹാലലിയ ദിവസത്തിലത് ഞാൻ ഏറ്റെടുക്കുവാനിടയായി. അങ്ങനെ അവിടുത്തെ ആ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ സ്വർഗം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. അതിനുശേഷം അവിടെ ഒരു യോഗം ഞങ്ങൾക്ക് ക്രമീകരിപ്പാൻ ഇടയായി. അന്നത്തെ ദിവസം ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ എനിക്ക് ദൈവം കൃപ തന്നു. ആ മീറ്റിംഗ് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തു. ദൈവദാസനാർ ഹാലലിയ മീറ്റിംഗ് മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഹാലലിയ ഇളമ്പള്ളിക്കൽ ഒരു കൺവെൻഷൻ ഉണ്ട്, ദൈവദാസൻ വരണം, അവിടെ വന്ന് ദൈവവചനം പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഹാലിൽ നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട അനേക ദൈവദാസന്മാർ കർത്താവിന്റെ ഹാലിൽ വചനവുമായി ഉണ്ട്. സ്തോത്രം. ഞാൻ വരണോ എന്ന് ഞാനൊന്ന് എടുത്തു ചോദിച്ചു. സ്തോത്രം. ഞാൻ അല്പം ഒന്നും അടിച്ചു. കാരണം സ്തോത്രം. ഹാലലിയ നന്ദിയോടെ സ്തോത്രം. കാരണം എന്നെക്കാൾ ഹാലലിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഘോഷിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരാണ് ഹാലലിയ എനിക്ക് ചുറ്റും ദൈവത്തിലായിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞില്ല, പാസ്റ്റർ വരണം എന്ന് പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. ഹാലലി ഞാൻ അത് ഏറ്റെടുത്തു. പക്ഷെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലായത്. ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാകാൻ കാരണം ദൈവത്തിന്റെ ഹിതമായ ജീവിതത്തിൽ നടക്കുമ്പോ ഒരുവൻ എഴുന്നേൽക്കും. ആരാന്നറിയാമോ? ശത്രുവാകുന്നവൻ എഴുന്നേൽക്കും. സ്തോത്രം. എങ്ങനെയെങ്കിലും സ്തോത്ര ഇവിടെ വരില്ല വരത്തില്ല എന്ന് വാദിക്കുന്ന ചില ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ എന്റെ ജീവിതത്തിൽ മുൻപോട്ട് കടന്നുപോയി. സ്തോത്ര. ആരും സഹായമില്ലാതിരുന്നപ്പോ, ആരും തുണയില്ലാതിരുന്നപ്പോ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച് ഇന്ന് സന്ധ്യയെങ്കില് ദൈവസന്നിധിയില് ദൈവമക്കളുടെ മുമ്പാകെ നിൽക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത വിഷയമാ. അത്ഭുതത്തിന്റെ ദൈവത്തിന്റെ കരം എന്റെ മേൽ നീട്ടിയ ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഈ പന്തലിനുള്ളിൽ ദൈവത്തിന്റെ കരം ദൈവം നീട്ടിയിരിക്കുകയാണ്. അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമാണ്. സ്തോത്ര. ദേശത്തിനൊരു വിടുതലാണ്. കടന്നു വന്ന ദൈവമക്കൾക്ക് അനുഗ്രഹമാണ്. സ്തോത്ര. ഹാലലുയ. ഹാലലുയ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുത പ്രവർത്തികൾ ഈ കൺവെൻഷൻ മുഖാന്തരം ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന യുവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹാലലുയ. സ്തോത്ര. എന്റെ സ്വദേശം നിറണമാണ്. സ്തോത്രം. പാസ്റ്റർ
കുവൈറ്റ് എന്നൊക്കെ ഹല്ലേലൂയ നിറണമെന്നായിരുന്നു വേണ്ടത്. പക്ഷേ കുവൈറ്റിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത്. നന്ദിയോടെ സ്തോത്രം. നിരണത്ത് ഒരു മർത്തമാ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ നന്ദിയോടെ സ്തോത്രം. 1998 കുവൈറ്റിന്റെ പ്രദേശത്ത് ജോലിയുള്ള ബന്ധത്തിൽ കടന്നുപോയി. സ്തോത്രം. 99 അവസാനമായപ്പോ അവിടെയുള്ള ഒരു IPC ചർച്ചിൽ കടന്നുപോയി. കർത്താവിന്റെ വചനം കേട്ട് ആ വചനം എന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരമുണ്ടാക്കി. എന്റെ കർത്താവിനെ ഹല്ലേലൂയ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ ഞാൻ ദൈവദാസനോട് അറിയിച്ചു. ഡിസംബർ 1999 ഡിസംബർ മാസം 24 7:30 ഹല്ലേലൂയ അവിടെയുള്ള ഒരു സ്നാനക്കുളത്തിൽ യേശു ക്രിസ്തുവിനോട് ചേരുവാ ആ കർത്താവിന്റെ ദാസന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ഹല്ലേലൂയ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവസന്നിധി മുൻപോട്ട് പോകുവാൻ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇതുവരെയും ദൈവം അത്ഭുതകരമായി നടത്തിയിരിക്കുന്നു. ഇതാണ് എന്റെ പശ്ചാത്തല. സ്തോത്ര ഹല്ലേലൂയ. എന്റെ കുടുംബം കടന്നു വന്നിട്ടുണ്ട്. സ്തോത്ര. സ്തോത്ര ഹല്ലേലൂയ. എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ അധികം കൺവെൻഷൻ സ്റ്റേജുകളിലൊന്നും ദൈവത്തിന്റെ വചനവുമായി നിന്നിട്ടില്ല. സ്തോത്ര. നന്ദിയോടെ സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ പല മീറ്റിങ്ങുകളും പല മെസ്സേജുകളും കൊടുത്തുവെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും പരസ്യം കൊടുത്തൊരു സുവിശേഷ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നന്ദിയോടെ സ്തോത്ര ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കണം. കർത്താവ് ദേശത്തോട് സംസാരിക്കണം. എങ്കിൽ മാത്രമേ ദേശത്തിന്റെ മേൽ വിടുതൽ നടക്കത്തുള്ളൂ. നന്ദിയോടെ സ്തോത്ര. ആര് പ്രസംഗിക്കുന്നുള്ളതല്ല വിഷയം. കർത്താവ് സംസാരിച്ചാൽ കടന്നു വന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടും. കടന്നു വന്ന ദൈവമക്കൾ വിടുവിക്കപ്പെടും. കടന്നു വന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കും. ദേശത്തിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകും. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകും. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വകയില്ലേ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ഉയർത്തുന്നത്. അമ്മയുടെ ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ താങ്ങി പുറത്തു കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തെ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. അതോർത്ത് സ്തുതിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട ദൈവം. സ്തോത്രം സ്തോത്രം. എന്നെ പുറത്തു കൊണ്ടുവന്നത് എന്റെ ദൈവമാ. സ്തോത്രം. പുറത്തു കൊണ്ടുവന്നപ്പോ നാവിന് കെട്ടോടാ വന്നത്. സ്തോത്ര. 5 വയസ്സ് വരെയും നാവിന് കെട്ടുണ്ടായിരുന്നു. സ്തോത്ര. നന്ദിയോടെ സ്തോത്ര. എന്നാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്ര. എന്റെ മാതാപിതാക്കൾ കാണുന്നതിന് മുമ്പ്, എന്റെ വീട്ടുകാർ കാണുന്നതിന് മുമ്പ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവത്തിന്റെ പദ്ധതി, എന്റെ നാവ് കൊണ്ട് എന്റെ ദൈവത്തെ ഉയർത്തണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അത് നടക്കുക തന്നെ ചെയ്യണം. അത് നിറവേറുക തന്നെ ചെയ്യണം. അതിനൊരു വല്യമ്മച്ച ദൈവം ഒരുക്കി. ഒരു വല്യമ്മച്ച ഭവനത്തിനകത്ത് ഒരുക്കി. കൈകരങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ തന്നത് ഒന്നേ ഉള്ളൂ. നാവോടെ ഇല്ല തിരിച്ചെടുക്ക. സ്തോത്ര ഹല്ലേലൂയ. നാവിന്റെ കെട്ടിന് സ്വർഗം അഴിച്ച് ദൈവം വിടുതൽ തന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ഉയർത്തുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് മുമ്പിലുണ്ടല്ലോ. സ്തോത്ര. ഹല്ലേലൂയയോടുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നല്ലോ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ മെസ്സേജ് ഏറ്റെടുത്ത സമയം മുതൽ ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ആലോചന ഇന്ന് രാത്രി ദൈവവും ഭാഗത്ത് കോക്ഷിപ്പാനാണ് ദൈവത്തിൽ ആഗ്രഹിക്കുകയും ദൈവത്തിനെ ശരണപ്പെടുകയും ചെയ്യുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് പരിചയമുള്ളവർ ഹല്ലേലൂയ പലരും കാണാം. പക്ഷേ ഹല്ലേലൂയ എനിക്ക് ആരെയും പരിചയമില്ല. എന്നാൽ നമുക്ക് പരിചിതനായ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നു വന്നത്. സ്തോത്രം. ഒരു നിമിഷം ഞാൻ ദൈവമുന്റെ മുറിയിൽ മുട്ടുകൊടുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ കണ്ടിട്ടില്ലാത്ത ദേശം, ഞാൻ അറിയാത്ത ജനം, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, അങ്ങ് അറിയുന്ന ദേശം, അങ്ങ് അറിയുന്ന ജനം. ഇന്ന് രാത്രി ഒരു വിടുതൽ അങ്ങ് നൽകണം. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യോ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാധാരമായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം.
മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ സമയം ദൈവത്തിന്റെ തിരുവചനം അടിയങ്ങൾക്ക് തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനം അങ്ങയുടെ ആത്മാവിൽ തന്നെ സംസാരിപ്പാ ഏഴയാകുന്ന അടിയന് കൃപ നൽകണം. അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇടപെടണമേ. ഈ ദേശത്തോട് അങ്ങ് ഇടപെടണമേ. ഈ വചനം വിടുതലായി വ്യാപരിക്കട്ടെ. ചില ഭാവികൾ മാനസാന്തരപ്പെടുക, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുക. ഈ സന്ധ്യയെങ്കില് ഈ ഹോളി കടന്നു വന്ന ജനം അനുഗ്രഹിക്കപ്പെടുക. സ്വർഗം സഹായിക്കണം. അങ്ങ് പ്രകാരം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ് നമ്മളിവിടെ വായിച്ചത്. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ, നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്ത് ചെയ്യുന്നതിന് മുമ്പായി യേശു ക്രിസ്തു ഒരു വാഗ്ദത്തം ചെയ്തു. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥൻ ഇവിടെ വരും. സ്തോത്ര, ആമേൻ, സ്തോത്ര. ആ കാര്യസ്ഥൻ ഞാൻ ചെയ്തതിലും അധികം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. സ്തോത്ര, ആ വാഗ്ദത്തം നിറവേറേണ്ടതിനായി സ്തോത്ര, ഹല്ലേലൂയ. മാളിക മുറിയിൽ നന്ദിയോടെ സ്തോത്ര, ഹാലിൽ 120 പേരെ ഒരുമിച്ച് കൂട്ടുവാൻ സ്വർഗമിടയാക്കി. സ്തോത്ര, അവർ ഒരുമിച്ച് കൂടിയപ്പോ, പെന്തക്കോസ്ത് നാളിൽ ഒരുമിച്ച് കൂടിയപ്പോ അവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഹല്ലേലൂയ മാളിക മുറിക്കകത്ത് വ്യാപരിച്ചെങ്കിൽ അതേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ പന്തലിനകത്ത് വ്യാപരിക്കട്ടെ. അതിനായി ജനം ഉണർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസ്ഥലിൽ ഇരിക്കാം ഇന്ന് രാത്രി. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ അവിടെ കൂടി വന്ന ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ചപ്പോ സ്വത്രവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഗലീലക്കാരായ ജനം സ്വത്ര അവിടെ വന്ന പല ദേശക്കാരുടെ ഭാഷകളിൽ സംസാരിച്ചു. സ്വത്ര, അപ്പോൾ അവർ പറയുന്നു, കേട്ടു, നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നത് കേട്ടോ. ഒരു ഭാഷയല്ല, പല ഭാഷകൾ. ഞാൻ വിശദീകരിക്കുന്നില്ല, അവിടെ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. പല ഭാഷകളിൽ ഹല്ലേലൂയ ഭാഷ അറിയാതിരുന്ന ഗലീലക്കാർ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ജനം കൂടി വരുന്നിടത്ത്, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം കൂടി വരുന്നിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യമുണ്ട്. നന്ദിയോടെ സ്തോത്ര. എന്നാൽ അവിടെ ചിലർ എഴുന്നേറ്റു. സ്തോത്ര, ഹല്ലേലൂയ. ഇവർ കാണിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ചിലർ എഴുന്നേൽക്കുവാൻ തുടങ്ങിയപ്പോ അവിടെ ആരെഴുന്നേറ്റു? പത്രോസ് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റു. അവരോട് പറഞ്ഞത്, സ്തോത്ര, ഇത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള വിഷയമല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്ന് അവർ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പത്രോസിനെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. പത്രോസ് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പറഞ്ഞ തിരുവചനമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വായിച്ചത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. സ്തോത്ര, നമ്മളായിരിക്കുന്ന സമയം എങ്ങനെയാണ്? വക്രതയുടെ ഹല്ലേലൂയ വക്രതയുടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദേശത്തിന്റെ നടുവിൽ നാം ആയിരിക്കുമ്പോ ഇതിന്റെ നടുവിൽ രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗം മാത്രമാണ്. അതാണ് ഇന്ന് രാത്രി ഈ തിരുവചനത്തിലൂടെ നമ്മെ വിളിച്ചറിയിക്കുന്നത്. നന്ദിയോടെ സ്തോത്ര. ഹല്ലേലൂയ. പത്രോസിനെ നമുക്കറിയാം. നന്ദിയോടെ സ്തോത്ര. കേൾക്കുവാൻ താല്പര്യമുള്ള അർത്ഥത്തിൽ ശിമോൻ എന്ന് പേരുള്ള പത്രോസിനെ നന്ദിയോടെ സ്തോത്ര. ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച പത്രോസിനെ ഒരു പാറ കഷണമാക്കി മാറ്റിയ ദൈവം ഇന്ന് രാത്രി പത്രോസിനെ ശക്തമായി ദൈവം എടുത്ത് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഇളമ്പള്ളിക്കൽ ദേശത്തിന്റെ നടുവിൽ ചില ദൈവത്തിന്റെ ദാസന്മാര്, ചില ദൈവമക്കള് ദൈവം ആത്മാവിൽ ശക്തമായി എടുത്തുപയോഗിക്കുന്ന രാത്രിയായി ദൈവം ഇന്ന് രാത്രി മാറ്റുകയാ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വക്രതയുള്ള തലമുറ സ്വത്രം ഇത് പഴയ നിയമത്തിലും ഉണ്ട് കേട്ടോ. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ ഈ വക്രത ജനത്തിന് എങ്ങനെ ഉണ്ടായി? പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്ര, ആ വക്രതയുള്ള ജനത്തോട് ദൈവത്തിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്നും നാം മനസ്സിലാക്കണം ഇന്ന് രാത്രി. സ്തോത്ര. ഹാലിൽ വായിക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവർ അവനോട് കേട്ടോ,
ആവർത്തന പുസ്തകം 32 അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യത്തിൽ മോശ പറയുന്ന ഒരു വചനമാണ്, അവനോട് വഷളത്വം, ആമേ സ്തോത്രം, ആമേ വക്രത, ആമേ ജനത്തിന്റെ ഇടയിൽ വന്നതിന്റെ കാരണം അവനോട് വഷളത്വം കാണിച്ചു. ആമേ നന്ദിയോട് സ്തോത്രം. ദൈവത്തിന്റെ ജനം, ദൈവത്തെ അനുസരിക്കേണ്ട ദൈവത്തിന്റെ ജനം, വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ ജനം, ആമേ സ്തോത്രം, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അവർ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ദൈവത്തിന്റെ ജനം എന്തു കാണിച്ചു? വഷളത്വം കാണിച്ചതിന്റെ ഫലമായി അവർ വക്രതയുള്ള ജനമായി മാറുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേ മോശ അവരോട് വ്യക്തമായി പറഞ്ഞു. സ്തോത്രം. മോശ ദൈവത്തിന്റെ വചനം ആമേ ഒരു പുസ്തകത്തിൽ എഴുതി. ആമേൻ സ്തോത്രം. ആമേ ലേവി പുരോഹിതന്മാരുടെ ലേവ്യരോട് കൽപ്പിച്ചത്, ആമേൻ ന്യായപ്രമാണ പുസ്തകം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നു സാക്ഷ്യമായി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആമേ സ്തോത്രം. ആമേ മത്സര സ്വഭാവവും ആമേ ദുശാഠ്യവും ആമേ ഉള്ള ജനമായി ആമേ മാറുവാനിടയായി തീർന്നു. അത് നിമിത്തം ആമേൻ അവരുടെ ഇടയിൽ വക്രത വരുവാൻ തുടങ്ങി. ഇന്ന് രാത്രി മനസ്സിലായോ ദൈവമക്കളെ? ആമേ സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന്റെ നടുവിൽ പോലും എന്ത് ആമേ ഹല്ലേലൂയ ഉളവാകാൻ തുടങ്ങി? വക്രത ഉളവാകാൻ തുടങ്ങി. കേട്ടോ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമേ, പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ദൈവാത്മാവിന്റെ വിടുതൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആമേ സ്തോത്രം. എന്നാൽ ആമേ ദൈവത്തിന് അവരോടുള്ള ഒരു പ്രതികരണമുണ്ട്. ആമേ സ്തോത്രം. 31 ഒടുവിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആമേ എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടു മാറിക്കളയുമെന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് നിങ്ങളുടെ പ്രവർത്തികളാൽ അവനെ കോപിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. സ്തോത്രം. ഭാവി കാലത്ത് നിങ്ങൾക്ക് സ്തോത്രമോ ആമേൻ ഹല്ലേലൂയ. വക്രതയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രതികരണം എന്താ? ആമേൻ സ്തോത്രം. മനസ്സിലായോ ദൈവമക്കളെ? ഇന്ന് രാത്രി വക്രതയുടെ നടുവിൽ രക്ഷപ്പെടാൻ ഒരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. കേട്ടോ, ആ രക്ഷപ്പെടാൻ ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നടന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആമേ നന്ദിയോട് സ്തോത്രം. ആമേ വഷളത്വവും ആമേ ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം ദൈവസ്ഥലിൽ ആമേൻ എഴുന്നേറ്റപ്പോ അവരുടെ ഇടയിൽ വക്രതയുള്ളായി. ആമേ വക്രത നിമിത്തം ദൈവത്തിന് അവരോട് കോപമായി. ആമേ ദൈവത്തിന്റെ അവരുടെ ഭാവിയെ ആമേ സ്തോത്രം ഭാവിയെ കുറിച്ച് ദൈവത്തിന് പ്രതികരിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി പറയട്ടെ, വക്രതയുള്ള ജനത്തെ നോക്കിക്കൊണ്ട് ആമേ ദൈവത്തിന് പ്രതികരിക്കേണ്ടതുണ്ട്. ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ വക്രതയോടെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് അവരുടെ മേലൊരു പ്രതികരണമുണ്ട്. പക്ഷേ ആമേ രക്ഷപ്പെടാൻ ഒരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ വചനമാണ് ഇവിടെ ഘോഷിക്കുന്നത്. ആമേ ഇന്ന് രാത്രി ഈ വചനം കേട്ട് ആമേ ഈ ശബ്ദപരിധിക്കുള്ളിൽ ആമേ കേൾക്കുന്ന പ്രിയ ആമേ ദൈവ പൈതലേ, പ്രിയ ജനമേ, ആമേ വക്രതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ അവിശ്വാസമുള്ള തലമുറ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോ യേശു ക്രിസ്തു പറയുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അതിന് യേശു അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. കേട്ടോ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആമേ സ്തോത്രം ചന്ദ്രരോഗം പിടിപെട്ട ഒരു മകനെ കൊണ്ട് ഒരപ്പൻ വന്നപ്പോ യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാ. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ആമേ പക്ഷേ അവരുടെ അവിശ്വാസം നിമിത്തം ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ആമേ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ആ പിതാവ് ആമേ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോ ആ കുഞ്ഞിന് വിടുതലായി. പക്ഷെ യേശു ക്രിസ്തുവോട് ഒരു കാര്യം പറയുന്നുണ്ട്, അവിശ്വാസമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എത്രത്തോളം സഹിക്കും. കണ്ടോ, സ്തോത്ര, ആമേ നന്ദിയോടെ സ്തോത്ര. വക്രത വരുവാനുള്ള ഒരു കാര്യം, അവിശ്വാസം ജീവിതത്തിൽ വർദ്ധിക്കുമ്പോ, അവിശ്വാസം കടന്നു വരുമ്പോ ഇന്ന് രാത്രി പറയട്ടെ, ആമേ ജനത്തിന്റെ ഇടയിൽ എന്ത് വർദ്ധിക്കും? വക്രത വർദ്ധിക്കുവാനിടയായി തീരും. ആമേ നന്ദിയോടെ സ്തോത്ര. ആമേ സന്തോഷമുണ്ട് ദൈവമക്കളെ. വക്രത വർദ്ധിച്ചാൽ ആമേ ദൈവത്തിന് അത് ദുഃഖമായി മാറും. ആമേ ദൈവത്തിന് സഹിക്കാൻ കഴിയത്തില്ല. ആമേ ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത നിലയിൽ ആമേ ജനത്തെ ആമേ ഹല്ലേലൂയ ആമേ ജനത്തോട് പ്രതികരിക്കേണ്ടതായി വരും. സന്തോഷമുണ്ട് ദൈവമക്കളെ. നിങ്ങളെ എത്രത്തോളം ഞാൻ അവിശ്വാസമുള്ള തലമുറയെ, ആമേൻ നന്ദിയോടെ സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ അതിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കണമെങ്കിൽ ആമേൻ ഞാൻ ഓടിച്ചു എബ്രായർ ലേഖനം 3-ാം അധ്യായം 12-ഉം 13-ഉം വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. എബ്രായർ ലേഖനം ജീവനുള്ള ദൈവത്തെ
ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് ആ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആ. നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. ആ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ ആ. കഠിനപ്പെടാതിരിക്കേണ്ടതിന് ആ. ഇന്ന് എന്ന് പറയുന്നിടത്തോളം ആ. നാൾതോറും അന്യോന്യം പ്രബോധിച്ചു കൊള്ളും. മതി. അവിടെ പറയുന്നു, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയും, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പി നോക്കുവിൻ. കേട്ടോ, അവിശ്വാസമുള്ള ഹൃദയം വന്നാൽ എന്താ വരുന്നത്? ദൈവത്തെ ത്യജിച്ചു കളയേണ്ട അവസ്ഥ വരികയാ. ഇന്ന് രാത്രി ദൈവമക്കളെ, ആമേ, വക്രത പെരുകുന്നതിന്റെ കാരണം ഇന്ന് രാത്രി മനസ്സിലായോ? എന്തുകൊണ്ട് ജനത്തിന്റെ വക്രത പെരുകുന്നു? ആമേ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മത്സരമുള്ള ഒരു ജനം, ആമേ, ദുഷ്ടാട്യമുള്ള ഒരു ജനം, ആമേ, വഷളത്വം പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരുടെ ഇടയിൽ വക്രത വരികയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അവിശ്വാസമുള്ള ആമേ ഒരു കൂട്ടം ആമേ ജനം ആമേ നമുക്ക് ചുറ്റുമില്ലേ? ആമേ, ഇന്ന് രാത്രി അവിശ്വാസമുള്ള ജനത്തിന്റെ നടുവിൽ അവരുടെ ഹൃദയം കൊണ്ട് ആമേ ദൈവത്തെ ത്യജിച്ചു കളയുക. ദൈവത്തെ ത്യജിച്ചു കളയുന്ന ഹൃദയം ആമേ വക്രതയ്ക്ക് കൂട്ടുനിൽക്കും, വക്രതയിലേക്ക് പോകുവാനിടയായി തീരും. ഇന്ന് രാത്രി ആമേ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവിശ്വാസം ജീവിതത്തിൽ കടന്നു വരാതെ നാം അവിശ്വസിക്കാതെ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ ജനമായി ദൈവസനി നിന്ന ഇന്ന് രാത്രി പറയട്ടെ, ഹൃദയം കൊണ്ട് നമ്മുടെ ദൈവത്തെ ഉയർത്തുക, ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് രാത്രി ദൈവം ഇടയാക്കും. ഇല്ല എങ്കിൽ ദൈവത്തെ ത്യജിക്കുന്ന അവസ്ഥയിലേക്ക്. സ്തോത്രം. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. ദൈവത്തെ ത്യജിക്കുന്ന ഒരു കൂട്ടം ആമേൻ ദേശത്തിന്റെ നടുവിൽ വർദ്ധിച്ചു വരികയാ. എന്താ കാരണം? ആമേൻ, അവിശ്വാസം വർദ്ധിക്കുന്നു. ആമേ, വിശ്വാസമുണ്ടോ? ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ പേരിന് മാത്രം വിശ്വാസമുണ്ടായിട്ട് കാര്യമില്ല. ആമേ, നന്ദിയോടെ സ്തോത്ര. ആമേൻ, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പലരും വന്നപ്പോ അവരുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുക, അവരുടെ വിശ്വാസത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരുക. യേശു ക്രിസ്തു പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രക്തസ്രാവക്കാരത്തി സ്ത്രീ ആമേൻ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങത്തൊട്ടതേ ഉള്ളൂ. ആമേ, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ആമേ, നന്ദിയോടെ ആമേ, മറ്റൊരു സ്ത്രീ ആമേ തന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ വരുമ്പോ അവിടെ വിശ്വാസത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് രാത്രി ആമേ സ്തോത്ര, പുറമേയുള്ള വിശ്വാസമല്ല, ആമേ വാക്കുകൊണ്ടുള്ള വിശ്വാസമല്ല, നിന്റെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഇന്ന് രാത്രി ദൈവസന്നിധി വർദ്ധിക്കണം. ആമേ, ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കണമെങ്കിൽ, ദൈവത്തെ ത്യജിക്കാതെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകണമെങ്കിൽ ആമേ വിശ്വാസമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി രക്ഷപ്പെടുവാനുള്ള മാർഗം എന്താ? സ്തോത്രം. ദൈവമക്കളെ, രക്ഷപ്പെടുവാനുള്ള വഴി ദൈവം നമുക്ക് മുൻപിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം വഴിയൊരുക്കി വെച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം ആമേ നന്ദിയോടെ സ്തോത്രം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് 14 തൊട്ടൊന്ന് വായിച്ചു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവി. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നു. സ്തോത്രം. രക്ഷപ്പെടുവാനുള്ള മാർഗം തുടർന്ന് ദൈവാത്മാവ് നമ്മളോട് പറയുക. ഇന്ന് രാത്രി ആമേ കടന്നു വന്ന ജനം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വചനമേറ്റെടുത്ത് ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നത് ആമേ ജനം ആമേ ഇനി വചനമേറ്റെടുക്കുന്നുവെങ്കിൽ ആമേ വക്രതയുള്ള കോട്ടയുടെ ആമേ തലമുറയുടെ നടുവിൽ വക്രതയുടെ നടുവിൽ രക്ഷപ്പെടുക ഇന്ന് രാത്രി ദൈവസന്നിധിയായി തീരും. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. സ്തോത്രം. അപ്പോ ആമേ ഈ വക്രതയുടെ തലമുറയുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൈവത്തെ നിന്ദിക്കാത്തവർ, ദൈവത്തെ പരിഹസിക്കാത്തവരായി, ദൈവത്തെ നിന്ദിക്കാത്തവരായി നിന്നാൽ ഇന്ന് രാത്രി പറയുന്നു ആമേ വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷിക്കപ്പെട്ടാൽ മാത്രം കഴിയത്തില്ല, രക്ഷപ്പെട്ടേ മതിയാകത്തുള്ളൂ. ആമേൻ. ഒത്തിരി പേര് വചനം കേട്ടു, പക്ഷെ പെട്ടകത്തിനകത്ത് കയറിയവ ചുരുക്കമാ കേട്ടു. ഒത്തിരി പേർ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി പേർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. പക്ഷേ യേശു ക്രിസ്തുവിന്റെ വരവിൽ ആമേൻ എടുക്കപ്പെടുന്നതാണ് ആ രക്ഷയുടെ പൂർണ്ണ രൂപം. ഇന്ന് രാത്രി
രാത്രി ആ രക്ഷപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ദൈവത്തെ നിന്ദിക്കാതെ, ദൈവത്തെ പരിഹസിക്കാതെ, നിഷ്കളങ്ക മക്കളായി ദൈവസന്നിധി വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആരും കൂടില്ലെങ്കിലും ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൂടെയാണ്. സന്തോഷമുണ്ടോ ദൈവമക്കളെ? സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തെ നിന്ദിക്കാത്തവരായി പരമാർത്ഥികൾ, സത്യസന്ധതയോടെ ദൈവസന്നിധി നിൽക്കുന്നവർ, സത്യത്തിനു വേണ്ടി നിൽക്കുന്നവർ, ദൈവത്തെ നിന്ദിക്കാതെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവർ, നിഷ്കളങ്കരായി ദൈവസന്നിധി നിൽക്കുന്നവർ, പിറുപിറുപ്പും വാദവും കൂടാതെ ദൈവസന്നിധി നിൽക്കുന്നവർ, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വക്രതയുള്ള തലമുറയുടെ നടുവിൽ മോശയുടെ കാലത്ത് വക്രതയുള്ള ജനമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ഈ ദേശത്തോട് വിളിച്ചു പറയട്ടെ, ലോകത്തിന്റെ നടുവിലും വർദ്ധിച്ചു വരുന്നത് എന്തുമാത്രമാ? വക്രതയുള്ള തലമുറ മാത്രമാ. എല്ലാവരും രക്ഷപ്പെടണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. ദൈവദാസൻ, പ്രകാശിക്കുന്നവർ രക്ഷപ്പെടുവോ? പ്രകാശമുള്ളവർ രക്ഷപ്പെടുമോ? പ്രകാശമുള്ളവർ രക്ഷപ്പെടുന്നത്. ഇരുട്ടിൽ കിടക്കുന്നവർ രക്ഷപ്പെടത്തില്ല. പ്രകാശത്തിൽ ആയിരിക്കുന്നവർ രക്ഷപ്പെടും. ഇന്ന് രാത്രി പ്രകാശത്തിലാകണമെങ്കിൽ ജീവന്റെ വചനം പ്രമാണിക്ക്. ജീവന്റെ വചനം പറയുന്നത് ദൈവത്തെ നിന്ദിക്കരുത്. സ്തോത്രം. നിഷ്കളങ്ക ഹൃദയത്തോടെ നിൽക്ക്. ഹല്ലേലൂയ. നിർമ്മല ഹൃദയത്തോടെ ദൈവസന്നിധി നിൽക്ക്. ഹല്ലേലൂയ. ഒന്ന് തിമോത്തിയോ 4:16 വായിരേ പെട്ടെന്ന്. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഇതിൽ കേട്ടോ, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. സൂക്ഷിച്ചുകൊള്ളുക. സൂക്ഷിക്കാൻ നമ്മളെ കഴിഞ്ഞ് വേറെ ആൾക്കാരാരുമില്ല. സ്തോത്രം, സ്തോത്രം. എങ്ങനെ എവിടെ കൊണ്ട് വെക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്ങനെ കൂട്ടി വെക്കണം? സ്തോത്രം. എങ്ങനെ കൂട്ടി സ്വരൂപിച്ച് എവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തെറ്റി. നീ രക്ഷപ്പെടണമെങ്കിൽ അതിനേക്കാൾ സൂക്ഷിക്കേണ്ട ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം, സ്തോത്രം. കൂട്ടിവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഒത്തിരി നേടി. സ്തോത്രം. വാഹനം എവിടുന്നാ കയറുന്നെന്ന് അറിയത്തില്ല, എതിലെയാ വരുന്നെന്ന് പറയാൻ അറിയത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെയും. ആദ്യം നിന്നെ സൂക്ഷിര്. നമ്മളെ സൂക്ഷിക്കാനല്ല, നിന്നെ തന്നെ സൂക്ഷിക്ക്. ഓരോരുത്തർ ഈ വചനം ഒന്ന് ഏറ്റെടുക്ക. ഇന്ന് രാത്രി ഒരു വ്യത്യസ്ത നിലയിൽ ദൈവാത്മാവ് സംസാരിക്കുക. നിന്നെ തന്നെ സൂക്ഷിക്ക്, എന്നിട്ട് നീ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് പോ. സ്തോത്ര. നിന്നെ തന്നെയും ഉപദേശത്തെയും. നിന്നെ രക്ഷിച്ച ഒരു ഉപദേശമുണ്ട് കേട്ടോ. ഒരു യോഗ്യതയില്ലാതിരുന്ന നിന്നെ കരുണാമനായ ദൈവം, ആ ദൈവത്തിന്റെ ഉപദേശം നിന്റെ മേൽ പകർന്ന് നിന്നെ രക്ഷിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ ഉപദേശത്തെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒന്ന് മുറുകെ പിടിക്കാമെങ്കിൽ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുമെന്ന് പരിശുദ്ധാത്മാവ് പറയും. ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഒന്നുകൂടെ വായിച്ചതേ. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. മതി. ഇതിൽ ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? സ്തോത്രം.
ആമേൻ, ഹല്ലേലൂയ. ഉറപ്പുള്ളവനായിട്ടാ ഓമേ ദൈവം ഇന്ന് രാത്രി ഇവിടെ നിർത്തിയിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ആമേൻ ഞാൻ കട്ടിലെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആമേൻ ശാരീരികമായി അസ്വസ്ഥതയിൽ ഭാരപ്പെട്ടു. എന്നാൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു, എന്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കൂ, എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവരൂ, എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിന്റെ വചനം ഉയർത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഉറപ്പുള്ളവർ രക്ഷപ്പെടും. ഉറപ്പുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാം. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു. ആമേൻ, നന്ദിയോടെ സ്തോത്ര. ആമേൻ, ഹല്ലേലൂയ. പേസിലേക്കൊന്ന് പോകാം. ആമേൻ, സ്തോത്രം. 4:17 പെട്ടെന്ന്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഒന്നുകൂടെ വായിച്ച പോലെ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത്, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ആമേൻ, സ്തോത്രം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത് കേട്ടോ. രക്ഷപ്പെട്ടവരോടാ സ്തോത്രം. ആമേൻ, സ്തോത്രം. ദൈവം നമുക്ക് ബുദ്ധിയെ തുറന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇവരുടെയും ബുദ്ധിയല്ല ഒരു ദൈവത്തിന്റെ പൈതലിനെ നടത്തേണ്ടത്. ഇന്ന് രാത്രി വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷപ്പെടണമെങ്കിൽ ആമേ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേ നന്ദിയോടെ സ്തോത്ര, ആമേ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കരുത്. വ്യർത്ഥ ബുദ്ധി ആർക്കാ? ആമേ ജാതികൾ, ആമേ ദൈവത്തെ അറിയാത്തവർ അവരുടെ ഇടയിൽ നടക്കുന്നത് വ്യർത്ഥ ബുദ്ധിയാ. ഇന്ന് രാത്രി വ്യർത്ഥ ബുദ്ധി മാറണമെങ്കിൽ ആമേ നന്ദിയോടെ സ്തോത്ര, ദൈവത്തിന്റെ വചനം നീ പ്രമാണിക്കണം. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുമ്പോ വ്യർത്ഥമായ ബുദ്ധി വിട്ടുമാറി ആമേ ദൈവാത്മാവിന്റെ ബുദ്ധി, ആമേ ദൈവത്തിന്റെ ജ്ഞാനം, ആമേ ബുദ്ധിമണ്ഡലങ്ങൾ വ്യാപരിപ്പ ഇടയായി തീരും. ഇന്ന് രാത്രി അത് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അത് പ്രാപിച്ചവർ ആമേ പിന്നെയും ആ വ്യർത്ഥ ബുദ്ധിക്ക് കീഴ്പ്പെടരുത്. സ്തോത്രം. സന്തോഷമുണ്ട് ദൈവമക്കളെ. ആമേ, ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ രക്ഷപ്പെടാനുള്ള പല കാരണങ്ങൾ, പല കാര്യങ്ങൾ അവിടെ ദൈവാത്മാവ് വ്യക്തമായി പറയുക. ആമേ ഫിലിപ്പോസിലൂടെ പറഞ്ഞു, ആമേ നന്ദിയോടെ സ്തോത്രം, ദൈവത്തെ നിന്ദിക്കാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ പരമാർത്ഥ സത്യത്തോടെ ദൈവസനി മുൻപോട്ട് പോയാൽ നാം രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകും. ആമേൻ, നന്ദിയോടെ സ്തോത്ര. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നിന്നെ തന്നെയും ദൈവത്തിന്റെ വചനത്തെ ഉപദേശിച്ചു, ഉപദേശത്തെ സൂക്ഷിച്ച് ആമേ ഉറച്ചു നിന്നാൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. ആമേ വ്യർത്ഥ ബുദ്ധികൾക്ക് കീഴ്പ്പെടാതെ, സ്തോത്ര, വ്യർത്ഥ ബുദ്ധികൾക്ക് കീഴ്പ്പെടാതെ ദൈവം തന്ന ആത്മീയ ബുദ്ധിക്ക് അനുസരിച്ചുകൊണ്ട് ദൈവസനി മുൻപോട്ട് പോകുന്നവർ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? ആമേ, ഞാൻ പെട്ടെന്ന് പോകട്ടെ. സ്തോത്ര, ഹല്ലേലൂയ. ആമേ, സ്തോത്ര. ആമേൻ, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് ആമേ നമുക്ക് ഓടി വരാം. ആമേ, നന്ദിയോടെ സ്തോത്ര. ആമേ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:17. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും. 2 കൊരിന്ത്യർ 6:17. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ. കേട്ടോ, ഒന്നുകൂടെ വായിച്ചേ ആ വചനം ഒന്ന് നിർത്തി. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട് നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഒന്നാമത് രക്ഷപ്പെടണമെങ്കിൽ അടുത്ത കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവരുടെ നടുവിൽ, ആമേ സ്തോത്രം, ആരുടെ നടുവിൽ? വക്രതയുള്ള ആമേ തലമുറയുടെ നടുവിൽ പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. കേട്ടോ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ അശുദ്ധമായതൊന്നും തുടരുത്.
എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കും കേട്ടോ. ആമേൻ. നന്ദിയോടെ സ്തോത്രം. അടുത്ത രക്ഷപ്പെടുവാൻ ദൈവവചനത്തിൽ ദൈവാത്മാവ് പറയുന്ന കാര്യം, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി. പുറപ്പെട്ടാൽ മാത്രം പോരാ. വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ നീ വേർപെട്ടേ മതിയാകത്തുള്ളൂ. വേർപെടേണ്ടതിനെയൊക്കെ വേർപെട്ടാൽ മാത്രമേ ദൈവത്തിന് നിനക്ക് നിന്നെ പുത്രനായും ദൈവത്തിന് നിന്നെ പുത്രിയായും അംഗീകരിപ്പാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളവരെ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർ രക്ഷപ്പെടത്തില്ല. അതാ പറഞ്ഞത്, അവർ ദൈവത്തിന്റെ മക്കളല്ല. മോശ ജനത്തെ നോക്കി പറഞ്ഞു, അവർ ദൈവത്തിന്റെ മക്കളല്ല, അവർ നിഷ്കളങ്ക കളങ്കമുള്ളവർ. ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്ര ദൈവസന്നിധിയില് ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വേർപെട്ടിരിക്കേണ്ടവർ വേർപെട്ടിരിക്കുന്നില്ല എങ്കിൽ നീ ദൈവത്തിന്റെ പുത്രനായോ ദൈവത്തിന്റെ പുത്രിയായോ അംഗീകരിപ്പാൻ കഴിയത്തില്ല. ചിലർ പുറപ്പെട്ടു, പക്ഷെ വേർപെടത്തില്ല. ഒത്തിരി കാരണമുണ്ട് പാസ്റ്ററെ. ഒരു കാരണവും ഇല്ല. കർത്താവ് അരുളി ചെയ്തത് പുറപ്പെട്ട് വേർപെട്ടിരിക്കാനാ. അതിന്റെ നടുവിൽ എന്തോ കാരണം? ഒരു കാരണവുമില്ല. വേർപെട്ടിരുന്നാൽ സ്തോത്രം, സന്തോഷമുണ്ടോ ദൈവമക്കളെ? നമ്മൾ ആരാ? ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രിമാരും. രക്ഷപ്പെടുമോ? വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷപ്പെടുമോ? അപ്പോ ആരാ രക്ഷപ്പെടുന്നത്? സ്വത്രം ഏതെങ്കിലും ഡിനോമിനേഷൻ ഉള്ളവർ മാത്രമാണോ? അല്ല, ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രിമാരും. സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ പുത്രനും പുത്രിമാരുമായി തീരണമെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന്, ലോകത്തിന്റെ നടുവിൽ നിന്ന്, ജാതികളുടെ നടുവിൽ നിന്ന്, വ്യർത്ഥ ബുദ്ധികളായിരിക്കുന്ന ജാതികളുടെ നടുവിൽ നിന്ന് വ്യർത്ഥ ബുദ്ധികൾക്ക് കൂട്ടുചേരാതെ ദുഷ്ടാറ്റമുള്ള ജനത്തോട് ചേർന്ന് നിൽക്കാതെ, മത്സരമുള്ള ജനത്തോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തിന്റെ പുത്രനെന്ന് നീ വിളിക്കപ്പെടണമെങ്കിൽ വേർപെട്ട് ദൈവസന്നിൽ ഇരുന്നാൽ മാത്രമേ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയൂ. സ്വത്ത ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ അവിടെ അവസാനിപ്പിക്കും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8 മുതൽ താഴോട്ടൊന്ന് വായിക്കാം. ആമേൻ. സ്തോത്രം. ദൈവത്തോടടുത്തു ചെല്ലുവി, എന്നാൽ അവൻ നിങ്ങളോടടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ, സന്തോഷമുണ്ടോ ദൈവമക്കളെ? എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തു. സ്തോത്ര. വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷപ്പെടണമെങ്കിൽ യാക്കോബ് വിളിച്ചു പറയുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവി. ഇന്ന് രാത്രി സമയം മുൻപോട്ട് പോയി. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട് ആരുടെ അടുക്ക ചെല്ലാനാ വചനം വിളിച്ചു പറയുന്നത്? ദൈവത്തോട് അടുത്തു ചെല്ലുവി. സ്തോത്ര. മനുഷ്യരുടെ അടുക്ക ചെല്ലാനല്ല കർത്താവ് പറയുന്നത്. മനുഷ്യരുടെ അടുക്ക ചെന്നാലോ ലോകക്കാരുടെ അടുക്ക ചെന്നാലോ നീ രക്ഷപ്പെടാൻ കഴിയത്തില്ല. വക്രതയുള്ള തലമുറയുടെ നടുവ് നീ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോട് അടുത്തു വരാത്തവന്റെ അടുക്ക ദൈവം വരത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തിയോ മക്കളെ? ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്ര. ഒരുപാട് മെസ്സേജ് കേട്ടിട്ടുണ്ട്. ഒരുപാട് ദൈവവചനം നമ്മൾ കേട്ടവരാ. എനിക്കറിയാം. സ്തോത്ര. സന്തോഷത്തോടെ ഇന്ന് രാത്രി വേണ്ട ദൂത ദൈവാത്മാവ് തരുന്നതാ. ചിലർ ദൈവത്തോട് അടുത്തു വരേണ്ടതുണ്ട്. ഈ ദേശത്തിന്റെ നടുവിൽ ചിലർ ദൈവത്തോട് അടുത്തു വരേണ്ടതുണ്ട്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് അവരോട് അടുത്തു വരുവാൻ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ജനമേ, ദൈവത്തോട് അടുത്തുവാ. അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവി, ഇരുമനസ്സുള്ളവരെ
കേട്ടോ, ദൈവത്തോട് അടുത്തു വരണമെങ്കിൽ പാപികൾ കൈകളെ വെടിപ്പാക്കണം. ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് കൈകളെ വെടിപ്പാക്കിക്കൊണ്ട് ദൈവത്തിലേക്കൊന്ന് വന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവം ആമേൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഈ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം, ആത്മാവ് വിളിച്ചു പറയുന്നത് ദൈവം നിന്റെ അടുക്കിലേക്ക് വരുന്ന രാത്രിയാ. അവൻ നിന്റെ കൈകൾ പാപത്താൽ നിറഞ്ഞോ, നിന്റെ കരങ്ങൾ പാപത്താൽ നിറഞ്ഞെങ്കിൽ നിന്റെ കൈകളെ ഒന്ന് വെടിപ്പാക്കിയിട്ട് നിന്റെ ഹൃദയം അശുദ്ധമായിരിക്കുന്നു, നിന്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തിലേക്കൊന്ന് അടുത്തു വരുന്ന രാത്രിയാണെങ്കിൽ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു ദൈവം നിന്റെ അടുക്കിലേക്ക് അടുത്തു വരും. ആമേ ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ. ആമേ കർത്താവിന്റെ സന്നിധി താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഹാലിൽ രക്ഷപ്പെടേണ്ടവർ ഉയർക്കണോ. ആമേ രക്ഷപ്പെടുന്നത് ഉയർപ്പാണോ? ഉയർപ്പല്ലേ യഥാർത്ഥ രക്ഷപ്പെടൽ. ആമേ ദൈവസന്നിധിയിൽ ഉയർക്കപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്ത് മതിയാകത്തുള്ളൂ. നമ്മുടെ പ്രാണപ്രിയന്റെ വരവെടുത്തു, യേശു ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്ന സമയം, ആമേ കാലം അതിന്റെ അന്ത്യത്തോളം എത്തിയിരിക്കുമ്പോ നാം ഉയർത്തപ്പെടണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ താണേ മതിയാകത്തുള്ളൂ. ദൈവവും ഭാഗത്താണ് ഇന്ന് രാത്രി കേട്ട വചനം ഏറ്റെടുത്ത് ദൈവത്തിന്റെ അടുക്കിലേക്കൊന്ന് വന്നാൽ ദൈവം നിന്റെ അടുക്കൽ വരുന്ന രാത്രിയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തെ തൊടുന്ന രാത്രിയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തോട് സന്ദർശിക്കുന്ന രാത്രിയാ. ആമേ സ്തോത്രം. ആമേ യേശുവിന്റെ വരവിൽ ഉയർത്തപ്പെടുവാനിടയാകും. താഴ്ത്തപ്പെടുന്നവനെ ഉയർത്തത്തുള്ളൂ, താഴാത്തവനെ ഉയർത്തത്തില്ല ദൈവം. സ്തോത്രം, സ്തോത്രം. സന്തോഷമുണ്ടോ അതോ താഴാനുണ്ടോ? എന്താ താഴാനുണ്ടെങ്കിൽ താണോ ഇന്ന് രാത്രി. മനുഷ്യന്റെ മുമ്പാകെ താഴണ്ട, പാസ്റ്ററുടെ മുമ്പാകെ താഴണ്ട, കൂട്ടുവിശ്വാസിയുടെ മുമ്പാകെ താഴണ്ട. നിന്റെ ഹൃദയത്തിനകത്ത് ആമെ ദൈവത്തെ പരിഹസിക്കുന്ന അവസ്ഥയുണ്ടോ? ആമെ മത്സരമുള്ള ഹൃദയമുണ്ടോ? ഇന്ന് രാത്രി പറയട്ടെ, നിന്ദിക്കുന്ന അവസ്ഥയുണ്ടോ? ആമെ നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടതിന്, ആമെ വേർപെടുത്തി കളയേണ്ടതിന് വേർപെട്ടിട്ട് ദൈവത്തോട് അടുത്തു വന്ന ദൈവം നിന്റെ അടുക്ക വന്നിട്ട് നിന്നെ പുത്രനാക്കുന്ന രാത്രി, നിന്നെ ഒരു പുത്രിയാക്കുന്ന രാത്രിയായി ദൈവം ഇന്ന് രാത്രി തീർക്കും. അങ്ങനെയുള്ളവർ വക്രതയുള്ള തലമുറയുടെ നടുവിൽ രക്ഷപ്പെടുവാനിടയായി തീരും. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഇന്ന് രാത്രി ദൈവാത്മാവിനോട് വാരിച്ചത് ദൈവത്തിന്റെ തിരുവചനം ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രി ദൈവം കൃപ തന്നു. സമയം മുൻപോട്ട് പോയി എനിക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസ് ദൈവത്തിന്റെ വചനത്തിൽ ശക്തമായി സംസാരിക്കേണ്ടതുണ്ട്. ആമേൻ. അതുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചു. ഈ വചനം ഏറ്റെടുക്കേണ്ടവർ ഇന്ന് രാത്രി ഒരു നിമിഷം ഒന്ന് ഏറ്റെടുത്തേ. ദൈവം ഭാഗ്യം ഒന്ന് താഴാമോ? ദൈവത്തിലേക്കൊന്ന് പൂർണ്ണമായി ഒന്ന് അടുത്തു വരാമോ? നമ്മുടെ ദൈവം നമ്മളെ അടുക്കിലേക്ക് വരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. നിന്ദിച്ച സാഹചര്യം ഉണ്ടായിരിക്കാം, ദുഷിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, ദൈവത്തെ പരിഹസിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ വക്രത പെരുകിക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ, വക്രതയുള്ള തലമുറയുടെ നടുവിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നേ മതിയാകത്തുള്ളൂ. നിങ്ങളുടെ കരങ്ങളെ പാലിൽ വെടിപ്പാക്കിക്കൊണ്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഇന്ന് രാത്രി കടന്നു വരുന്നെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാ, കർത്താവ് നമ്മെ അംഗീകരിക്കുന്ന രാത്രിയാ. ആരെങ്കിലും ആ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സമയം വരെയും ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ ആമേൻ ദൈവമുടെയാക്കി ദൈവത്തിന്റെ കൃപയോർത്ത് സ്തോത്രം. അതിനെനിക്ക് വേദി ഒരുക്കി തന്ന കർത്താവിന് ദാസനോടും ഈ കമ്മിറ്റി മെമ്പേഴ്സിനോടും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.